ശ്രീമദ് മഹാഭാഗവത നിത്യപാരായണം വൈശാഖ മാസത്തോട് കുറച്ചുനാൾ നിത്യമായിട്ടുള്ള പാരായണം നിർത്തിവെച്ചിരുന്നു. വൈശാഖ മഹാത്മ്യം പാരായണം ചെയ്യേണ്ടതിനാൽ ഇന്ന് വീണ്ടും പുനരാരംഭിക്കുകയാണ്. 61-ാമത്തെ അധ്യായം, ദശമസ്കന്ധത്തിലെ 61-ാമത്തെ അധ്യായത്തോടെയാണ് അനിരുദ്ധനെ വിവാഹം. ഭഗവാന്റെ പുത്രൻ്റെ പുത്രൻ, പ്രദ്യുമ്നൻ്റെ പുത്രനായിട്ടുള്ള അനിരുദ്ധൻ രുക്മിയുടെ പൗത്രിയെ വിവാഹം ചെയ്യുന്നതും അവിടെ വെച്ച് ശ്രീ ബലരാമനും രുക്മിക്കും തമ്മിൽ ചൂതുകളിയിൽ വാഗ്വാദമുണ്ടാവുകയും ബലരാമദേവൻ രുക്മിയെ വധിക്കുന്നതുമൊക്കെയാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവതം പ്രാർത്ഥന ശ്ലോകങ്ങൾ. ഓം തത്സത്. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാത്. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസ്യ മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോയം സഫലഃ സർവഥാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദുത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഭവേ ഭവേദാ ഭക്തി പാദയോസ്തവ ജായതേ തദാ കുരുഷ്വ ദേവേശ നാദസ്തം നോ യദ പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിംബരം. തം നമാമി ഹരിംബരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് മഹാഭാഗവത വന്ദന ശ്ലോകങ്ങൾ. ഓം തത്സത്. ജന്മാദസ്യേതോന്മയാദിതരതച്ചാത്വേഷരജ്ഞത്. ഓം ശ്രീകൃഷ്ണായ നമഃ. ജന്മാദസ്യേതോന്മയാദിതരതച്ചാത്വേഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയാ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. സത്യം പരം ധീമഹി. ധർമ്മപ്രോജിത കൈതവോത്ര പരമോ നിർമത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുത്തദേത്ര കൃതിഭി ശുശ്രൂഷുഭി തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം നിത്യപാരായണം. ഇന്ന് ദശമസ്കന്ധത്തിലെ ഉത്തരാർദ്ധത്തിലെ 61-ാമത്തെ അധ്യായം. അനിരുദ്ധ വിവാഹവും രുക്മിവധവും ഒക്കെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. അത് ദശമസ്കന്ധ ഏകഷഷ്ടിതമോധ്യായ. ശ്രീശുഗോവാച ഏകൈകശസ്താ കൃഷ്ണസ്യ പുത്രാൻ ദശദശാബലാ അജീജന്നവമാൻ വിദു സർവാത്മഃ സർവസമ്പദാ. പ്രസാദനപകം വീക്ഷ രാജപുത്രോച്യുതം സ്ഥിതം പ്രേഷ്ടം നിയമാം സംസംന തത്തത്വവിദ സ്ത്രിയാ. ഓം ശ്രീകൃഷ്ണ
ശ്രേഷ്ഠം യമം സദസ്വം സ്വം തത്വവിദസ്ത്രിയ. ഓം ശ്രീകൃഷ്ണായ നമഃ. ചാർവാബ്ജകോശവദനായ ബാഹുനേത്ര സപ്രേമഹാസരസവീക്ഷിതവൽഗുജൽപേ സമ്മോഹിതാ ഭഗവതോ ന മനോവിജേതും സ്വൈർവിഭ്രമേ സമശകൻ വനിതാ വിഭൂമ്ന. ഭാവഹാരി ഭ്രൂമണ്ഡല പ്രഹിത സൗര മന്ത്രസൗണ്ഡേ പത്ന്യസ്തു ഷോഡശ സഹസ്രമനംഗ ബാണൈർ യസ്യേന്ദ്രിയം വിമതിതും കരണൈർന കേശേപു. ഇത് വായിക്കുമ്പോൾ നിങ്ങളത് നോക്കി വെച്ചാൽ മതി. ഇത്തം രമാപതിമവാപ്യ പതിം സ്ത്രിയസ്താം ബ്രഹ്മാദയോ വിനവിദൂപദവിം യദീയാം ബേജുർമുധാ വിരതമേദിതയാനുരാഗ ആസാവലോകവന സംഗമലാലസാദ്യം. പ്രതിക്രമാസനവരാർപ്പണ പാദസൗജ താംബൂല വിശ്രമണ ബീജ ന ഗന്ധമാല്യേ കേശപ്രസാദ ശയനസ്ഥ സ്തനോപഹാരേ ദാസീ സദാ അഭിവിഭോ വിദധുസ്മദാസ്യം. താസാം യാദശ പുത്രാണാം കൃഷ്ണസ്ത്രീണാം പുരോഹിത അഷ്ടോ മഹിഷ്യ തത്പുത്രാൻ പ്രദ്യുമ്നാദിൻ ഗൃണാമി തേ. ചാരുദേഷ്ണസ്യ സുദേഷ്ണസ്യ ചാരുദേഹസ്യ വീര്യവാൻ സുജാര്യശ്ചാരുഗുപ്തശ്ച ഭദ്രചാരുസ്തഥാ പരാ. ഭഗവാന്റെ പുത്രന്മാരുടെ പേരുകളാണ്. എല്ലാ പത്നിമാരിലും ഭഗവാൻ 10 പുത്രന്മാരെ ജനിപ്പിച്ചു അത്രേ. അവരിൽ ചിലരുടെ പേരാണ് ഇവിടെ പരാമർശിക്കുന്നത്. ചാരുചന്ദ്രോ വിചാരുശ്ച ചാരുശ്ചദശമോഹരേ പ്രദ്യുമ്ന പ്രമുഖാജാത രുക്മിണ്യാം നാവമാഹിതു. ഭാനുസുഭാനുസ്വർഭാനോ പ്രഭാനുർഭാനമംസ്തദാ ചന്ദ്രഭാനുർബൃഹദ്ഭാനുർ അതിഭാനുസ്തഥാഷ്ടമ. ശ്രീഭാനുപ്രതിഭാനുശ്ച സത്യഭാവാത്മജാദശ സാംബസുമിത്രപുരുജിത് തജിച്ച സഹസ്രജിത്. വിജയശ്ചിത്രകേതുശ്ചാവസമാന്ത്രവിടക്രതോ ജാംബവത്യാ സുധാഹേത്യേ സമ്പാദ്യാ പിതൃസമ്മതാ. വീരശ്ചന്ദ്രോഷസേനശ്ച ചിത്രകുർവേവ ഗവാൻ വൃഷ ആമശ്യം കുർവസു ശ്രീമാൻ കുന്തിർനാട്നജിതേ സുധാ. സുതകവിർവൃഷോ വീര സുബാഹുർഭദ്രയേതല ശാന്തിർദദർശ പൂർണ്ണമാസകാളിന്ദ്യ സോമകോവര. ഓം ശ്രീകൃഷ്ണായ നമഃ. പ്രഘോഷാഗാത്രവാൻ സിംഹോ ബലപ്രബല ഊർധ്വക മാധ്യാപുത്ര മഹാശക്തി സഹ ഓജോ പരാജിത. ഭൃഗോഹർഷോനിലോ ഗൃദ്രോ വർധനോ നാദയേവജ മഹാസപാവനോ വന്യേർ മിത്രവിന്ദാത്മജാച്യുതി. സംഘാമജിത് ബൃഹൽസേന ശൂരപ്രഹരണോ രിജിത് ജയസ്സുഭദ്രോ ഭദ്രായ വാമ ആയുശ്ച സത്യക. ദീപ്തിമാം സ്ഥാമ്രതപ്താദ്യ രോഹിണ്യാസ്തനയാ ഹരേ പ്രദ്യുമ്നാചാനിരുദ്ധോ രുക്മാവത്യാ മഹാബലാ. പുത്ര്യാം തു രുക്മിണോ രാജൻ നാംനാ ഭോജകടേ പുരേ ഏതേഷാം പുത്രപൗത്രാശ്ച ബഭൂവു കോടിശോ നൃപ മാധര കൃഷ്ണജാതാനാം സഹസ്രാണി ച ഷോഡശ. രാജോവാച പുത്രായ സുഹിതരം യുധേ കൃഷ്ണേന പരിഭൂതസ്ത്വം ഹന്തും രന്ധ്രം പ്രതീക്ഷതേ ഏതദാഖ്യാഹി മേ വിദ്വൻ ദ്വിഷോർവൈവാഹികം മിഥാ. ഓം ശ്രീകൃഷ്ണായ നമഃ. അനാഗതമതീതം ച വർത്തമാനമതീന്ദ്രിയം വിപ്രകൃഷ്ടം വ്യവഹിതം സമ്യക് പശ്യന്തി യോഗിന. ശ്രീസുഖവാച വൃത സ്വയംവരേ സാക്ഷാദന്നംബോർഗയുതസ്തയാ രാജ്ഞസമേതാന്യബ്ദിത്യ ജഹാരൈക രഥോയുധീം. യദപ്യനുസ്മരൻ വൈരം രുക്മീ കൃഷ്ണാവമാനിത വ്യതരദ്ഭാഗിനേയായ സുധാം കുർവൻ സുസുപ്രിയം. രുക്മിണ്യാസനയാം രാജൻ തദവർമ്മസുതോ ബലി ഉഭയേ മേ വിശാലാക്ഷിം കന്യാം ചാരുമതീം കില. ദൗഹിത്രയാനിരുദ്ധായ പൗത്രീം രുക്മ്യാ ദധാദരേ യോജനാം ബദ്ധവൈരോപി സ്വസുപ്രിയ ചികിത്സയാ
ജാനന്യധർമ്മം തദ്മൗനം സ്നേഹപാശാനുബന്ധന അഭ്യുദയേ രാജൻ രുക്മിണീ രാമകേശവോ പുരം ഭോജകടം ജഗ്മു സാംബ പ്രദ്യുത്മഗാദയാ തസ്മിൻ നിവൃത്ത ഉദ്വാഹേ കാലിംഗപ്രമുഖാ നൃപാഃ നൃപ്താസ്തേ രുക്മിണം രോജുർ ബലമക്ഷൈർവിനിർജയ അനുക്ഷജ്ഞോ ജയം രാജൻ അഭിതദ്വസനം മകൾ ഇത്യുക്തോ ബലമാഹൂയ തേനാക്ഷി രുക്മജീവ്യത ശതം സഹസ്രം മയുധം രാമസ്തത്രാദദേപണം തം തു രുക്മ്യജയത്തത്ര കാലിംഗപ്രാഹസദ്ബലം ദന്താൻ സന്ദർശയന്നുച്ചി നാമൃഷ്യത്തദ്ദലായുധ തതോ ലക്ഷം രുക്മഗൃഹാത് ഗ്ലഹം തത്രാജയദ്ബല യദവാനഹമിത്യാഹ രുക്മീ കൈതവമാശ്രിത മന്യുനാക്ഷുവിദ ശ്രീമാൻ സമുദ്രൈവ പർവണി ജാത്യാനുനാക്ഷോതിരുഷ നിർബുധം ഗ്ലഹമാദദേ തം ചാവിദിതവാൻ രാമോ ധർമ്മേണ സ്ഥലമാശ്രിത രുക്മീജിതം മയാത്രേ മേ വദന്തു പ്രാസ്നികായി. ഓം ശ്രീകൃഷ്ണായ നമ. ഏതാ വായിച്ചത്? ഇനി 33 തഥാ പ്രവീന്ന ഭോവാണി ബലേനൈവ ജിതോ ഗ്ലഹ ധർമ്മദോ വചനേനൈവ രുക്മീ വദതി വൈമൃഷ സാമനാദൃത്യ വൈദർഭോ ദുഷ്ടരാജന്യചോദിത സംഘർഷണ പരിഹസൻ സ്വഭാഷേ കാലചോദിത. സംഘർഷണം ജയിച്ചിട്ടും ബലരാമൻ ജയിച്ചിട്ടും രുക്മിയാണ് ജയിച്ചത് എന്ന് പറയുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ബലരാമന് ദേഷ്യം വരികയും രുക്മിയെ വധിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് പാരായണം ചെയ്യുന്നത്. നൈവാക്ഷകോവിദായൂയം ഗോപാലാവന ഗോചര അക്ഷേ ദിവ്യന്തി രാജാനോ ബാണൈശ്ച രുക്മിണ്ണൈവ മതിക്ഷിപ്തോ രാജഭിഷ്ടോപഹാസിത ക്രുദ്ധപരികമുദ്യമ്യ ജഗ്നേതം നൃന്ന സംസദി. കലിംഗരാജം തരസാ ഗൃഹീത്വാ ദശമേ പദേ ദന്താനപദപാദയത് ക്രുദ്ധോ യോഹസത്മവൃദ്ധേർദ്വിജൈഃ. അന്യേ നിർഭിന്ന ബാഹൂരു ശിരസോരുധിരോക്ഷിത രാജാനോ ദ്രുദ്രുപൂർഭീത ബലേന പരികാർദ്ധിത. നിഹതേ രുക്മിണിശ്യാലേ നാബ്രവീത്സ്വാദസാധുവാ രുക്മിണീ ബലയോ രാജൻ സ്നേഹഭംഗവയാദരീ തതോ നിരുദ്ധം സഹ സൂര്യയാവരം രഥം സമാരോഗ്യയുഃ കുശസ്ഥലിം രാമാദയോ ഭോജകടാദശാർഹ സ്നിഗ്ധാഖിലാത്തമൃസൂദനാശ്രയ. ഓം തത്സത്. ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ ഭാര്യയെ രുക്മിയെ വധിച്ചത് നന്നായി എന്ന് പറഞ്ഞാൽ രുക്മിണി ദേവിക്ക് വിഷമമാകും, തെറ്റായി എന്ന് പറഞ്ഞാൽ ബലരാമന് വിഷമമാകും. അതുകൊണ്ട് ശ്രീകൃഷ്ണദേവൻ വായി തുറന്നതേയില്ല എന്നാണ് പറഞ്ഞ് സമർപ്പിച്ചത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഓം തത്സത്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമംശ സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ അനിരുദ്ധ വിവാഹേ രുക്മി വധോ നാമ ഏകഷഷ്ടിതമോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഭാഗവത സ്തോത്രം. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത. ദേവാ ജയ ജയ ഭാഗവത. കിങ്കിണി പദകമല കൃഷ്ണ കങ്കണ കരയുകള കുങ്കുമ പങ്കില വക്ഷസ്ഥലവര കുവലയദള നീല. ദേവാ ജയ ജയ ഭാഗവത. ദദിനവനീതഹര കൃഷ്ണ കരുണീ ചിത്തഹര. ദയയാ പാലയ ദാമോദര ഹരി തുളസീദാമധര. ദേവാ ജയ ജയ ഭാഗവത.
ഗോവർദ്ധരധരണ കൃഷ്ണ ഗോപീജനരമണ കോമള പല്ലവ സുന്ദര ചരണ കോകില മധുവചന ദേവ ജയ ജയ ഭാഗവത നന്ദകുമാര ഹരേ കൃഷ്ണ നാരദ ഗീത ഗുണ നാരായണ വര ഭട്ടതിരീകൃത സ്തുതിവര ശുഭഫലദ ദേവ ജയ ജയ ഭാഗവത പൂന്താന പ്രിയ ഹേ കൃഷ്ണ വൃന്ദാവന രസിക ൂർമിക ഭാവുക മണ്ഡല പൂജിത പാദ സരോജയുധ ദേവ ജയ ജയ ഭാഗവത ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ ജയ ഗുരുമാരുത മന്ദിരനാഥ ജയ ജഗദീശ ഹരേ ദേവ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ശ്രീ വിഷ്ണു ഭുജംഗ പ്രയാഗത്തോടുകൂടി ഇന്നത്തെ പാരായണം ഭഗവാന് സമർപ്പിക്കുകയാണ്. ശങ്കരാചാര്യ വിരചിത വിഷ്ണു ഭുജംഗ പ്രയാഗം. വിദം ശംവിദം നിർമ്മലം നിർവികൽപം നിരീഹം നിരാകാര ഓങ്കാരഗമ്യം ഗുണാതീതമവ്യക്തമേകം തുരീ